കബീലഗഞ്ച് എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ശിവറാം എന്നു പേരുള്ള വ്യക്തി തന്റെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നു. അവൻ വളരെ സമർത്ഥനും ബുദ്ധിശാലിയും ആയിരുന്നു. പക്ഷെ അവൻ ഒരു തൊഴിൽ രഹിതനായതുകൊണ്ട് അവന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്താ കാര്യം ശിവരാമൻ ചേട്ടാ, ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ വല്ലാതെ ശോകമായിട്ടുണ്ടല്ലോ. എന്ത് പറയാനാ, ഇന്നൊരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അവിടെ പോയാലും ഒരു ജോലി ഇല്ലെന്നാ പറഞ്ഞത്. അവർക്ക് റെക്കമെൻഡേഷൻ ഉണ്ടായാലും ജോലി തരുന്ന പറയുന്നത്. പിന്നെ നീ തന്നെ പറ, ഞാൻ ആരെടുത്ത് പോയി റെക്കമെൻഡേഷൻ ചോദിക്കാനാ? പിന്നെ എന്നെ പോലുള്ള ആളിന് ആരാ റെക്കമെൻഡേഷൻ തരിക? ഞങ്ങൾ വേണമെങ്കിൽ എന്റെ റെക്കമെൻഡേഷൻ വാങ്ങിട്ട് പോയിച്ചോളൂ. ആ ചിരിച്ചോ, നീ മാത്രമാണ് ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാരും ചിരിക്കാൻ ഞാൻ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇതിനു മേലെ ഞാൻ എന്ത് പറയാനാ? ശിവറാം അവിടെ നിന്ന് നിരാശനായി നടന്നകന്നു. എന്നിട്ട് ഒരു നദീ തീരത്ത് പോയി അവിടെ ഇരുന്നു. ഈ നദി പോലെ നമ്മളും ധൈര്യമായിട്ടുണ്ടാവണം. സൂര്യൻ എത്ര ചൂടായാലും ശരി, ഈ നദിയിലുള്ള വെള്ളം കടലിലെ വെള്ളം കുറയുന്നേ ഇല്ലല്ലോ. പക്ഷെ ഞാനുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ശരി, അവിടെ നിന്ന് പേടിച്ചിട്ട് എങ്ങനെ ഓടാന്ന് വിചാരിക്കുന്നു. ശിവറാം അവിടെ ഇരുന്ന് തന്നോട് തന്നെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മീൻപിടുത്തക്കാരനെ അവൻ അവിടെ കണ്ടത്. ശിവറാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നിങ്ങള് മീൻ പിടിക്കാൻ പോവുകയാണോ? ഇല്ല, നദീന്റെ നടുക്ക് ഒരു കബഡി ടീം ബാറ്റ് ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ അടുത്ത് പോയിട്ട് കൊക്കോ കളിക്കാൻ പോവാണ്. എന്നാലല്ലേ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല ചേട്ടാ. ഒരു പക്ഷേ കബഡി ടീം അവര് ബാറ്റ് ബോൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ കൊക്കോ കളിക്കാൻ പറ്റും? പിന്നെ ഗോൾ എങ്ങനെ അടിക്കാൻ പറ്റും? അതൊന്നും പ്രശ്നമല്ല മോനെ. ഇന്നും നീ ജീവിതത്തിൽ കുറെ പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ജോലി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഞാൻ മീൻ മാത്രമാണ് പിടിക്കുന്നത്. പിന്നെ അത് വ്യാപാരികൾക്കും വിൽക്കുന്നുണ്ട്. അത് അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എന്റെ അച്ഛനമ്മ കടന്ന 1 മാസമായിട്ട് വയറ് നിറയെ മര്യാദ കഴിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ അതെനിക്ക് വലിയ ഉപകാരം ഉണ്ടാവും. ശരി, ഞാൻ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. ശിവരാമനും മീൻപിടുത്തക്കാരനും രണ്ടുപേരും ചേർന്ന് ആ നദിക്ക് ഉള്ളിലേക്ക് പോയി. ആ മീൻപിടുത്തക്കാരനാണെങ്കിൽ ഒരു വല ഉപയോഗിച്ച് മീനിനെ പിടിക്കാൻ തുടങ്ങി. പക്ഷേ ശിവരാമന്റെ കയ്യിലാണെങ്കിലോ ഒരു വലയും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളുടെ മീൻ പിടിക്കുന്ന വല എടുത്തുകൊണ്ടോട്ടെ. കുറച്ച് മീനുകൾ പിടിച്ചതിന് ശേഷം പിന്നെ ആ വല നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. എടാ, എന്റെ വല ഞാൻ നിനക്ക് തന്നാൽ പിന്നെ ഞാൻ എങ്ങനെ മീൻ പിടിക്കും? പിന്നെ എന്റെ മുണ്ട് കൊണ്ടുവച്ചിട്ടാണോ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത്? എന്താ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ശരി, ആദ്യം നിങ്ങൾ പിടിക്കൂ, അതിനുശേഷം ഞാൻ പിടിച്ചോളാം. അങ്ങനെ കുറച്ചു സമയം കടന്നുപോയി. മീൻപിടുത്തക്കാരനാണെങ്കിൽ ശിവരാമന് വല ഒന്നും കൊടുത്തില്ല. ശിവരാമനാണെങ്കിലോ കൈകൊണ്ട് മീനിനെ പിടിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അവന് പെട്ടെന്ന് വെള്ളത്തിനടിയിൽ ഒരു പ്രകാശം കാണാൻ പറ്റി. ഇതെന്താണ് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ? ഇത് വിൽക്കാനും പറ്റില്ല. ശരി, ഇത് നമ്മൾ വെച്ചേക്കാം. ശിവരാം ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു തൊട്ടപ്പോഴേക്കും ആ പ്രകാശം ശിവരാമനെയും തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഇപ്പൊ ഞാൻ എവിടെ എത്തിയതാ? ഞാൻ തോണിയിലായിരുന്നല്ലോ. ഞാനെങ്ങനെ വെള്ളത്തിനടിയിൽ നിന്ന് ജീവനോട് നിൽക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശിവരാം തനിച്ച് അവിടെ നിന്ന് പിറുപിറുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നക്ഷത്രങ്ങളുടെ രാജാവ് എത്തിപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട. നിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നീയാണ് എനിക്ക് മുക്തി തന്നിരിക്കുന്നത്. ഞാനെങ്ങനെ നിങ്ങൾക്ക് മുക്തി തന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശിവരാമനോട് നക്ഷത്രങ്ങളുടെ രാജാവ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എന്റെ ഉള്ളിൽ അത്രയും പ്രകാശമുണ്ട്. ഞാൻ എന്ത് വിചാരിക്കുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റും. എന്റെ പ്രകാശം ഈ സാധുവിന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. നക്ഷത്ര രാജാവ് സന്യാസിക്ക് തന്റെ തിളക്കം പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സന്യാസിയുടെ തപസ്സിന് ക്ഷതമേറ്റു. വൃദ്ധനായ സന്യാസി ആ കാരണം കൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ രാജാവിനെ ശപിച്ചു. നിന്റെ ഈ അഹങ്കാരം കൊണ്ട് എന്റെ തപം തടസ്സമായിട്ടുണ്ട്. നിന്റെ പ്രകാശം കൊണ്ട് നിനക്ക് ആ ഗർവമുണ്ടല്ലേ? ഇനി ഉണ്ടാവില്ല. ഞാൻ നിനക്ക് ശാപം നൽകാൻ പോവുകയാണ്. നീ ഭൂമിന്റെ ഉള്ളിൽ നിന്റെ വെളിച്ചം കൊണ്ട് നീ നദിയിൽ നിൽക്കാൻ പോവുകയാണ്. ഞാൻ അതുപോലെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇത് നോക്കൂ സ്വാമി, ഞാൻ ചെയ്തത് തെറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്നെ ദയവായിട്ട് ക്ഷമിക്കൂ. നക്ഷത്രങ്ങളുടെ രാജാവ് ആ സന്യാസിയോട് ഒരുപാട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നിന്റെ അടുത്ത് ഒരു പയ്യൻ വരും. അവൻ നിനക്ക് ആ നദിയിൽ നിന്ന് നിനക്ക് മുക്തി തരും. ഇതാണ് എന്റെ കഥ. ഇപ്പൊ നീ പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? നീ ചോദിക്കുന്നത് എല്ലാം ഞാൻ തരും. എനിക്ക് നിങ്ങളടുത്ത് ഒന്നും അധികം വേണ്ടായിരുന്നു. ഈ നദി മാത്രം എനിക്ക് തന്നാൽ മതി. പിന്നെ എനിക്ക് നിങ്ങൾ കുറെ നക്ഷത്രം നൽകൂ. ഞാൻ ജനങ്ങൾക്കൊക്കെ ഈ നക്ഷത്രം വിറ്റിട്ട് കാശ് നൽകും. നന്നായിട്ടുണ്ടാവും. പിന്നെ എല്ലാരെയും ഞാൻ സഹായിക്കും.
തീർച്ചയായിട്ടും ഞാൻ നിന്നെ സഹായിക്കാം. നീ എപ്പോ ഭൂമിയിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഈ നദി നിനക്ക് സ്വന്തമായിരിക്കും. പിന്നെ നക്ഷത്രങ്ങൾ മുഴുവനും ഈ നദിയിലുണ്ടാവും. പിന്നെ എന്ത് സംഭവിച്ചു? ശിവരാമൻ നദിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഉടനെ നദി നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ ഗ്രാമവാസികളും ശിവരാമനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അതായത് ഈ അത്ഭുതം ഇവൻ എങ്ങനെ ചെയ്തു എന്ന്. ചേടാ, നിങ്ങളെല്ലാരും എന്നെ എങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പോവാണോ? ഇല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾ നിങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടോ? നീ എന്താണ് പറയാൻ വരുന്നത്? ഞാൻ ഈ നദിയിലിരുന്ന് നക്ഷത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് വിറ്റോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും 500 രൂപയ്ക്കാണ് നക്ഷത്രം നൽകാൻ പോകുന്നത്. എന്ത് സത്യമാണോ? ഒരു പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഈ നദിയിൽ നിന്ന് നക്ഷത്രങ്ങൾ എടുത്തിട്ട് അത് വെച്ചിട്ട് റോഡും പിന്നെ എനിക്ക് വീടും കെട്ടാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് എന്റെ കാശ് തരും, അത്രയേ ഉള്ളൂ. ശിവരാമന്റെ തിളക്കമുള്ള നക്ഷത്രങ്ങൾ പെട്ടെന്ന് തന്നെ വിറ്റഴിക്കപ്പെടാൻ തുടങ്ങി. വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ശിവരാമന്റെ കയ്യിൽ നിന്നും തിളക്കമുള്ള നക്ഷത്രങ്ങൾ പണം കൊടുത്തു വാങ്ങാൻ തുടങ്ങി. ചിലർ ആ നക്ഷത്രങ്ങളെ കൊണ്ട് റോഡുകൾ ഉണ്ടാക്കി, മറ്റു ചിലരോ പാലം. ആ നഗരം മുഴുവൻ നക്ഷത്രങ്ങൾ കൊണ്ട് വെട്ടി തിളങ്ങാൻ തുടങ്ങി. ശിവരാമനാണെങ്കിൽ ഇപ്പോൾ തന്റെ മാതാപിതാക്കളുടെ കൂടെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആ മീൻപിടുത്തക്കാരന് ഒട്ടും ഇഷ്ടപ്പെട്ടതേയില്ല. ഏത് എങ്ങനെയോ ശിവരാമൻ ചേട്ടൻ വളരെ അധിഷ്ഠശാലി തന്നെയാണ്. കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാൻ കാശ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, മൊത്തം സിറ്റിയിലും അദ്ദേഹത്തിന്റെ പേരാണ് നക്ഷത്രം പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാം. അന്ന് എന്റെ അടുത്താണ് ആദ്യമായിട്ട് അയാൾ നദിയിലേക്ക് വന്നത്. പിന്നെ ഇപ്പൊ നോക്ക്, എന്നെ കൊണ്ടാണ് അയാൾ ഇത്രയും വലിയ പൈസക്കാരനും ആയത്. പക്ഷെ ഞാൻ ഇപ്പോഴും മീനാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നദിയിൽ എന്താണ് ഉള്ളത്? എങ്ങനെയാണ് ആ നദിയിൽ അത്ര നക്ഷത്രങ്ങൾ വന്നത്? ഇന്ന് ആ നദിയിലേക്ക് പോയേ പറ്റുള്ളൂ. ഏത് കാര്യം നടന്നാലും അത് എന്താണെന്ന് നമുക്കും അറിയണല്ലോ. മീൻപിടുത്തക്കാരനും ആ ചായക്കാരനും കൂടി സ്വാർത്ഥത നിറഞ്ഞ മനസ്സോടെ ആ നദിയുടെ ഉള്ളിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ ശിവരാം വിശ്രമിക്കുന്നത് കണ്ടത്. ഇവനെ ഇവിടെ തന്നെ നമുക്ക് തടവ് വെച്ചേക്കാം. പിന്നെ എല്ലാ നക്ഷത്രങ്ങളും പിന്നെ നമുക്ക് സ്വന്തമാവല്ലോ. പിന്നെ നമ്മളായിരിക്കും ഇവിടുത്തെ വലിയ പണക്കാരൻ. എങ്ങനെയുണ്ട്? മീൻപിടുത്തക്കാരനും ചായക്കടക്കാരനും ചേർന്ന് ശിവരാമന്റെ കണ്ണ് കെട്ടി ബന്ധനസ്ഥനാക്കി. രണ്ടുപേരും ചേർന്ന് അവനെ വഞ്ചിയിൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ആ വഞ്ചിയിലിരുന്ന് മറ്റു രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്ക്. എന്തിനാണ് എന്നെ നിങ്ങൾ കണ്ണൊക്കെ മൂടി കൊണ്ടുപോകുന്നത്? എന്നെ വിട്ടേക്ക്. നിങ്ങൾ ആരാണ്? ശരി, നിന്നെ ഞാൻ വിട്ടേക്കാം. പോകേണ്ട സ്ഥലം ആദ്യം വരട്ടെ. നിന്റെ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. എനിക്കും നിന്നെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ശിവരാമനെ വനത്തിലുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ സിനിമയിലുള്ള ഡയലോഗ് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. വേഗം വാ. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഗ്രാമത്തിലുള്ള ചായക്കടക്കാരനും പിന്നെ ആ മീൻ പിടിക്കുന്നവനല്ലേ എന്നെ എങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പ്ലാൻ? എന്നെ പോകാൻ വിടൂ. ഇപ്പൊ തൊട്ട് നിന്റെ നദിയും പിന്നെ ആ പണമൊക്കെ ഞങ്ങൾക്ക് സ്വന്തമാണ്. ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. നക്ഷത്രയില് ഞാൻ ചായ ഇട്ട് തന്നേക്കും. വിളിച്ചു നിറഞ്ഞ ചായ. കൊറേ കാശ് ഞാൻ ഉണ്ടാക്കും. പിന്നെ വലിയ പണക്കാരനാകും. അവർ രണ്ടുപേരും ശിവരാമനെ അവിടെ തന്നെ വിട്ടിട്ട് തിരിച്ച് തങ്ങളുടെ വഞ്ചിയിലേക്ക് പോയി. പക്ഷെ ആ നദീതീരത്തെത്തിയ അവർ എന്താണ് കണ്ടതെന്നോ? എല്ലാ നക്ഷത്രങ്ങളും പെട്ടെന്ന് തന്നെ മുകളിലുള്ള ആകാശത്തിലേക്ക് പോകുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്കിവിടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാ നക്ഷത്രവും ഈ നദി വിട്ടിട്ട് എന്തിനാ ആകാശത്തിലേക്ക് പോകുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് അവിടെ നക്ഷത്രങ്ങളുടെ രാജാവ് ശിവരാമനെയും കൂട്ടി വന്നു. എനിക്ക് നന്നായിട്ട് അറിയാം ഈ ലോകത്തിലെ ജനങ്ങൾ ആരും നല്ലവരല്ല എന്ന്. പക്ഷെ ശിവരാജാണ് നിങ്ങളെക്കാട്ട് എല്ലാവരും നല്ലവൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യം, ഞാൻ ചെയ്ത പഴയ പാവങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേർക്ക് ഞാൻ ശിക്ഷ നൽകാൻ പോവുകയാണ്. നീ ആരാണ്? പിന്നെ നീ ആ ശിവരാമനെ ആ സ്ഥലത്ത് നിന്ന് എന്തിനാ രക്ഷിച്ചു കൊണ്ടുവന്നത്? ഞാനാണ് നക്ഷത്രങ്ങളുടെ രാജാവ്. ഈ മൊത്തം ലോകവും എന്റെ ശക്തി കൊണ്ടാണ് നക്ഷത്രം ജ്വലിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ ഞാനാണ് രക്ഷിച്ചത്. ഇവർക്ക് ഞാൻ മുക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വരം അദ്ദേഹം നൽകിയത്. നക്ഷത്ര രാജാവിന്റെ സത്യം മനസ്സിലാക്കിയ ഉടനെ മീൻപിടുത്തക്കാരനും ചായക്കടക്കാരനും സത്യത്തിൽ പേടിച്ചുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ തുടങ്ങി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഇനി ഇതുപോലെ തെറ്റ് ചെയ്യാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഇതുപോലെ തെറ്റ് ചെയ്യില്ല. തീർച്ചയായും ചെയ്യില്ല. ഞാനും പല വർഷങ്ങളായിട്ട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളുടെ രാജാവ് കൈകൊട്ടാൻ തുടങ്ങി. കൈ കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ 2 നക്ഷത്ര ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മീൻപിടുത്തക്കാരനെയും ചായക്കടക്കാരനെയും കൊണ്ട് ആകാശത്തിലേക്ക് പറന്നുപോയി. നിങ്ങൾ അവരെ തീർച്ചയായിട്ടും ക്ഷമിച്ചു വിടണം. ഒന്നും വിഷമിക്കേണ്ട. വിടിയും മുമ്പ് തന്നെ അവർ വേറെ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കും. അവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന ആവശ്യമാണ്. ഇനി മുതൽ നിന്നെ ശ്രദ്ധയോടെ നോക്കണം. വളരെ നേർമയായിട്ടും നല്ലവനായിട്ടും ജനങ്ങളെ നീ സഹായിക്കണം. ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളുടെ രാജാവ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. ശിവരാമാണെങ്കിലോ വീണ്ടും തന്റെ വ്യാപാരത്തിലേക്ക് തിരിച്ചുപോയി. നക്ഷത്രങ്ങളുടെ നദി വീണ്ടും വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. മറ്റുള്ള ഗ്രാമവാസികളും നദിയിൽ നിന്നുള്ള നക്ഷത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.